ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ തന്ത്രി കണ്ഠരര് രാജീവരുടെ ജാമ്യ ഹർജി തിങ്കളാഴ്ച വിജിലൻസ് കോടതി പരിഗണിക്കും. ദ്വാരപാലക ശില്പക്കേസിലും തന്ത്രി ജാമ്യ ഹർജി സമർപ്പിച്ചു. കേസിലെ മറ്റ് പ്രതികളായ KS ബൈജു, പങ്കജ് ഭണ്ഡാരി, ബെല്ലാരി ഗോവർദ്ധൻ, ശ്രീകുമാർ എന്നിവരെ വീണ്ടും റിമാൻഡ് ചെയ്തു. കട്ടിടപ്പാളി കേസിൽ തന്ത്രി സമർപ്പിച്ച ജാമ്യഹർജിയാണ് പരിഗണിക്കുന്നത് ഫെബ്രുവരി 2 മാറ്റിയത്. ഇരു കേസുകളിലും അറസ്റ്റിലായ തന്ത്രി ദ്വാരപാലക ശില്പക്കേസിലും വിജിലൻസ് കോടതിയിൽ ജാമ്യഹർജി സമർപ്പിച്ചു. സ്വർണ്ണക്കവർച്ചയിൽ പങ്കില്ലെന്നും ആചാരപരമായ കാര്യങ്ങളിൽ മാത്രമാണ് തനിക്ക് ഉത്തരവാദിത്തമുള്ളതെന്നുമാണ് തന്ത്രിയുടെ വാദം. അതേസമയം കേസിലെ പ്രതികളായ തിരുവാഭരണം മുൻ കമ്മീഷണർ KS ബൈജു, സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരി, സ്വർണ്ണ വ്യാപാരി ബെല്ലാരി ഗോവർദ്ധൻ, മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ശ്രീകുമാർ എന്നിവരെ കോടതിയിൽ ഹാജരാക്കിയിരുന്നു. ഇവരെ 14 ദിവസത്തേക്ക് കൂടെ വിജിലൻസ് കോടതി റിമാൻഡ് ചെയ്തു. മറ്റൊരു പ്രതിയായ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറിന്റെ 2 കേസുകളിലെയും റിമാൻഡ് ഈ മാസം 29-ന് 90 ദിവസം പൂർത്തിയാകും. SIT കുറ്റപത്രം സമർപ്പിക്കാത്തത് ചൂണ്ടിക്കാട്ടി 29-ന് സുധീഷ് കുമാർ സ്വാഭാവിക ജാമ്യത്തിന് അപേക്ഷ നൽകും. നേരത്തെ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിന് കോടതി സ്വാഭാവിക ജാമ്യം നൽകിയിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും ദ്വാരപാലക ശില്പക്കേസിൽ സ്വാഭാവിക ജാമ്യം അനുവദിച്ചിരുന്നു. എന്നാൽ കട്ടിടപ്പാളി കേസിൽ 90 ദിവസം പൂർത്തിയാകാത്തതിനാൽ പോറ്റി റിമാൻഡ് തുടരുകയാണ്. ജനം, കൊല്ലം.